മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ യുദ്ധം അനിവാര്യമാണ് എന്ന് അറിയിക്കുവാൻ വനത്തിൽ വസിക്കുന്ന പാണ്ഡവരുടെ അടുത്ത് ഭഗവാൻ എത്തി. അനേക ദൂരം യാത്ര ചെയ്ത് ആണ് ഭഗവാൻ എത്തിയത്. ചെന്നപ്പോൾ തന്നെ പാഞ്ചാലിയോട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് അല്പം ഭക്ഷണം തരാൻ പറഞ്ഞു. സത്യത്തിൽ പാഞ്ചാലി ഞെട്ടിപ്പോയി. പാഞ്ചാലി പറഞ്ഞു, ഭഗവാനെ, ഇവിടെ ഒന്നുമില്ല. കാരണം പാണ്ഡവ മാതാവും അത് കഴിഞ്ഞ് അവസാനം ദ്രൗപദിയും കഴിച്ചു കഴിഞ്ഞാൽ അക്ഷയപാത്രത്തിൽ പിന്നീട് ഭക്ഷണം അവശേഷിക്കില്ല. അപ്പോൾ പാഞ്ചാലിയും കഴിച്ചു കഴിഞ്ഞാണ് ഭഗവാൻ ചെന്ന് പറയുന്നത് നമുക്ക് വിശക്കുന്നുവെന്ന്. ഏതായാലും ദ്രൗപദി സങ്കടത്തോടു കൂടി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം തരാൻ ഇവിടെ ഇല്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരൽപ്പം വെള്ളം തന്നാൽ മതി, ചൂടുവെള്ളം. ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ഭഗവാനെ എന്ന് പറഞ്ഞ് ഈ ദ്രൗപദി ഓടി ചെന്ന് ഒരു മൺകലത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു. തീ കൂട്ടി വെള്ളം തിളയ്ക്കുന്നത് വരെ ഇവിടെ ഭഗവാനോടൊപ്പം വന്ന് ഭർത്താക്കന്മാരോടൊപ്പം ഭഗവാൻ ഇരിക്കുകയാണ്. അവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വെള്ളം തിളയ്ക്കേണ്ട സമയമായി. ചെന്ന് നോക്കിയപ്പോൾ വെള്ളം തണുത്ത് കിടക്കുകയാണ്. ഏതായാലും വീണ്ടും തീ കൂട്ടി തിരിച്ചു വന്നു. കുറേ സമയം കഴിഞ്ഞ് വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ വെള്ളം അടിയിൽ തീ നന്നായിട്ട് കത്തുന്നുണ്ട്, പക്ഷെ വെള്ളം തിളയ്ക്കുന്നില്ല, തണുത്ത് തന്നെ കിടക്കുകയാണ്. ഇതെന്തു മറിമായം? ഓടി വന്ന് ഭഗവാന്റെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ദ്രൗപദി ചോദിച്ചു, ഭഗവാനെ, ഇതെന്തു മറിമായമാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ആദ്യം ചെയ്യേണ്ടത് ആ വെള്ളമെടുത്ത് പുറത്തേക്ക് ഊറ്റിക്കളഞ്ഞ് വേറെ കുറച്ച് വെള്ളമെടുത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു. ഏതായാലും ദ്രൗപദി ഓടിച്ചെന്ന് ആ കലത്തിലെ വെള്ളമെടുത്ത് പുറത്തേക്ക് ഊറ്റിക്കളയുമ്പോഴാണ് കാണുന്നത് ഈ വെള്ളത്തിൽ ഒരു തവള ചാടിപ്പോകുന്നു വെള്ളത്തിൽ നിന്ന്. കാരണം അബദ്ധത്തിൽ ഈ തവള ഈ കലത്തിനുള്ളിൽ പെട്ടുപോയി. ഇവിടെ വെള്ളം അടിയിൽ തീ കത്തി വെള്ളം ചൂട് പിടിക്കുമ്പോൾ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണല്ലോ, ചാടിപ്പോകാൻ ആ തവളയ്ക്ക് മാർഗമില്ല. ആ തവള തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനോട് ഉള്ളു തുറന്ന കലത്തിൽ കിടന്നുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന്. ഭക്തവത്സലനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥന, ആ യാചന കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു തവളയ്ക്കു പോലും, അവിടെ ഒരു ചെറിയ പ്രാണിക്ക് പോലും ആ ജീവൻ വിലപ്പെട്ടതാണ്, അവരുടെ ജീവൻ വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കുവാനുള്ള ബാധ്യത ആർക്കുള്ളതാണ്? ഈശ്വരനുള്ളതാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരിലും ഒരേ ചൈതന്യമാണ്, ഒരേ ഭാവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയണം. നമസ്തേ.